ഹായ് ഗേസ്, ഐ എം ഷബ്ന. അപ്പം എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ട് എനിക്ക് ചെറിയൊരു പനി വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ വീട് കാണൽ ചടങ്ങാണ്. ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി പെണ്ണ് വീട്ടിൽ നിന്ന് വരുന്നൊരു ദിവസമാണ്. ഇതാണ് ചെക്കൻ, പക്ഷെ അവൻ നാട്ടിലില്ല, അവൻ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവൻ്റെ പെണ്ണ് വീട്ടുകാർ വീട് കാണാൻ വേണ്ടി വരുന്നൊരു ചടങ്ങാണ് കല്യാണത്തിന് മുന്നേ. അപ്പോൾ ഇന്ന് ആ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ആയിരുന്നു, ഒരുപാട് കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇതിപ്പോൾ വീട് കാണാൻ വന്നവരെക്കാളും കൂടുതൽ വീട് കണ്ട ഞങ്ങളാന്ന് തോന്നുന്നു. ആ വീടിന് ചുറ്റും നടന്ന് ഞങ്ങൾ, അവിടെ ഇല്ലാത്ത ചെടികളില്ല, ഒരുപാട് ടൈപ്പ് ചെടികൾ എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ അത് കൂടെ കുറേ നേരം ഇരുന്നു. ചൂടായതുകൊണ്ട് ഫാന് തപ്പിപ്പോക്കായിരുന്നു, ഫുള്ള് ഫാനിൻ്റെ അടിയിൽ പോയിട്ടേ ഇരിക്കുക. പിന്നെ അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞേയില്ല. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എന്തൊക്കെയോ ഉണ്ടായി. അപ്പോൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലായി എല്ലാവരും. പിന്നെ ബൊഫേ ആയിരുന്നു. അപ്പോൾ പോയി ക്യൂ ഒക്കെ നിന്ന് ആദ്യം തന്നെ ഫുഡ് മേടിച്ചിട്ട് പോകുന്നു. പിന്നെ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണം. ഇവരൊക്കെ എൻ്റെ കസിൻസാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ചൂടായതുകൊണ്ട് തന്നെ കഴിക്കുന്നതിനൊന്നും ഒരു കുറവുണ്ടായില്ല, നല്ലോണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഉണ്ടായി. പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ നിന്നില്ല. പിന്നെ ഒരു റെസ്റ്റ് ആയിരുന്നു. അവിടെ പോയി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയലായി. പിള്ളേരോടൊക്കെ കുറേ വർത്താനം പറഞ്ഞു. പിള്ളേരൊക്കെ കുറേ കാലത്തിന് ശേഷം കാണുന്നത്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോകണ്ടേ. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിലൊന്ന് പോയി എല്ലാവരെയും കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്കൊരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ കാണാം.